ഹായ് ഓൾ, സെക്രട്ടേറിയറ്റിനടുത്തുള്ള പത്മ കഫേയിലാണ് കേട്ടോ ഞാനും എൻ്റെ അച്ഛനും ഇപ്പം നിൽക്കുന്നത്. ഞങ്ങളൊരു ഊണ് കഴിക്കാൻ വേണ്ടി വന്നതാണ്. ഒരു പായസവും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു അടിപൊളി ഊണ്. അപ്പം നമുക്ക് കഴിച്ചാലോ? അപ്പോൾ ഇവരുടെ ആ ഒരു പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഞാനൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഓൾറെഡി. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ ഒരു ദിവസം വരണം. പക്ഷെ നമ്മൾ ഒറ്റയ്ക്ക് വരരുത്, ആരെങ്കിലും കൂടെ കൊണ്ടുവരണം. അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ അച്ഛനെയും കൊണ്ട് തന്നെ വന്നാൽ ഇതൊരു ഹാപ്പി ആവും, ഒരു നല്ലൊരു ഡേ ആവും. അപ്പോൾ ഇതാ വാഴയിലേക്ക് നിവർത്തി അവരുടെ കറികളൊക്കെ വിളമ്പുന്നുണ്ട്. നല്ല ചേച്ചിമാരാണ് കേട്ടോ, അവിടെ കുറേ ചേച്ചിമാർ നിൽപ്പുണ്ട്. ആ ചേച്ചിമാരൊക്കെയാണ് ഇവിടെ സെർവ് ചെയ്യുന്നതും പ്രസൻറ്റേഷൻ ആയാലും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ അവിടെ ഒരു കുഞ്ഞു തൊട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, കുഞ്ഞു വാവകളൊക്കെ ഉണ്ടെങ്കിൽ അവരവിടെ കിടത്താനുള്ള ഒരു സജ്ജീകരണവും അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും എൻ്റെ അച്ഛനും കൂടി അങ്ങനെ സദ്യ കഴിക്കാനായിട്ട് ആരംഭിക്കാൻ പോവുകയാണ്. നല്ല ചൂട് ചോറ്, കപ്പ എല്ലാം ഉണ്ടായിരുന്നു. കപ്പയുടെ കൂടെ ഒരു ചെറിയൊരു ചമ്മന്തി തരും കേട്ടോ. നമ്മൾക്ക് വേണമെങ്കിൽ ഇനിയും ചോദിക്കുകയാണെങ്കിൽ അവർ തരും കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചില്ല, പക്ഷെ നമുക്ക് അത്ര അത്യാവശ്യത്തിനുള്ള ഇതെല്ലാം ഉണ്ടായിരുന്നു അതിനകത്ത്. പിന്നെ ദാ നല്ല ചൂട് ചോറ്, പിന്നെ അവർ കറി എന്ത് വേണമെന്ന് ചോദിക്കുക. അപ്പം ഞാൻ പരിപ്പ് കറി കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ചു. പരിപ്പ് കറിയും പപ്പടവും ഒക്കെ കൂടെ കുഴച്ച ഒരു കഴിപ്പായിരുന്നു കേട്ടോ. ഭയങ്കര ടേസ്റ്റായിരുന്നു, എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അച്ഛന് അതിലേറെ ഇഷ്ടപ്പെട്ടു. അച്ഛൻ സാധാരണ അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നതല്ല. പിന്നെ അവരുടെ പായസം പറയാതിരിക്കാൻ വയ്യ, അടിപൊളി പായസമാണ്, സൂപ്പർ പായസമായിരുന്നു. അച്ഛൻ അതെല്ലാം നല്ല വയറ് നിറച്ച് കഴിച്ചു. പിന്നെ അത്രയേ ഉള്ളൂ. അപ്പം അച്ഛൻ്റെ വീട്ടിലോട്ട് പോയി, ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോയി.